PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC, LGS പരീക്ഷകൾക്കായുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നൽകി വരുന്നത്. കൃത്യമായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവർക്കായി പറയാം. ദിവസേന 6ഓളം ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ മിസ്സിൻ്റെ പ്രത്യേക ആരോഗ്യസ്ഥിതിയുടെ സാഹചര്യത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളൊന്നും തരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു കാരണവശാലും മിസ്സിൻ്റെ കുട്ടികൾക്ക് ക്ലാസ് നഷ്ടപ്പെടരുതെന്നുള്ള മിസ്സിൻ്റെ നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ പേര് അർച്ചന എന്നാണ്. നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്ന് സിലബസിൽ പറഞ്ഞിട്ടുള്ള സുപ്രധാന നിയമങ്ങളിലെ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ് ഓഫ് ചിൽഡ്രൻ പരാമർശിക്കുന്ന പോക്സോ ആക്ട് 2012 കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് പോക്സോ ആക്ട്? നമുക്കറിയാം അല്ലേ? ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് പോക്സോ ആക്ട്, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷ്വൽ ഒഫൻസസ്. കുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള സമഗ്ര നിയമമാണല്ലോ പോക്സോ ആക്ട്. അപ്പോൾ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കാനുള്ള നടപടിക്രമങ്ങളും കൂടെ സ്വീകരിച്ച് വരുന്നുണ്ട് ഈ ഒരു നിയമപ്രകാരം. അതെന്തൊക്കെയാണ്? കുട്ടികളുടെ പരിഗണന മുൻനിർത്തി പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, അതുപോലെ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ കണ്ടെത്തുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക, കുട്ടികളുടെ മേലുള്ള ലൈംഗിക അതിക്രമം നടന്നാലുള്ള കുട്ടിക്കുള്ള മെഡിക്കൽ പരിശോധന, അതുപോലെ കുട്ടികൾക്ക് സൗഹൃദപരമായ വിശേഷ കോടതികൾ സ്ഥാപിക്കുക, പിന്നെ ത്വരിതഗതിയിലുള്ള വിചാരണ, കുട്ടിയുടെ സാക്ഷ്യപത്രം കുട്ടിയുടെ സുരക്ഷ പരിഗണിച്ച് നടത്തുക, ഇതെല്ലാം തന്നെ പോക്സോ നിയമത്തിൻ്റെ പ്രധാന വ്യവസ്ഥയിൽ എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ ശിക്ഷകൾ, ലൈംഗിക അതിക്രമങ്ങൾക്കും ലൈംഗിക പീഡനങ്ങൾക്കും കഠിനമായ ശിക്ഷകളും, പ്രതികളുടെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷയിലുള്ള വേർതിരിവും, കൂടുതൽ പ്രായമുള്ള പ്രതികൾക്ക്, അതായത് 16 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള പ്രതികൾക്ക് അതികഠിനമായ ശിക്ഷകളും ഈ നിയമത്തിൽ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് പോക്സോ നിയമത്തിൻ്റെ നാൾവഴികൾ നോക്കാം. അതായത് പോക്സോ നിയമം ആദ്യം പാസ്സാവുന്നത് എപ്പോഴാണ്? 2012 അതിനുശേഷം 2019 ഒരു ഭേദഗതിയും വന്നിട്ടുണ്ട്. PSC ചോദ്യപേപ്പറുകളിൽ സ്ഥിരമായി കണ്ടുവരാറുള്ള പോക്സോ ആക്റ്റുമായി ബന്ധപ്പെട്ട വർഷങ്ങളും തീയതികളും അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി ഓർത്തിരിക്കണം. ഒരു ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കിയ ശേഷം രാഷ്ട്രപതി ഒപ്പ് നൽകിയാലേ അത് നിയമമായി മാറുള്ളൂ എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റ് പാസ്സാക്കിയ ദിവസവും രാഷ്ട്രപതി ഒപ്പ് നൽകിയ ദിവസവും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പോക്സോ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് 2012 മെയ് 22 2012 മെയ് 22. തൊട്ടടുത്ത മാസം ജൂണിൽ 2012 ജൂൺ 19 രാഷ്ട്രപതി ഒപ്പിട്ടിട്ട് ഈ നിയമത്തിന് സാധുത നൽകി. ആരാണ് പോക്സോ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി? രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ. കൃത്യമായി ഓർത്ത് വയ്ക്കുക, രാഷ്ട്രപതി പ്രതിഭ പാട്ടീലാണ് പോക്സോ നിയമത്തിൽ ഒപ്പുവെച്ചത്. പോക്സോ നിയമം നിലവിൽ വരുന്നത് 2012 നവംബർ 14 നവംബർ 14 പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാമല്ലോ, ശിശുദിനമാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. നവംബർ 14 ശിശുദിനം, 2012 നവംബർ 14 പോക്സോ നിയമം നിലവിൽ വരുന്നത്. മുൻവർഷ ചോദ്യപേപ്പറിൽ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ എന്നാണ് പോക്സോ നിയമം നിലവിൽ വന്നതെന്ന്. കേരളത്തിലും 2012 തന്നെയാണ് ഈ നിയമം നിലവിൽ വന്നത്. അപ്പോൾ ഇന്ത്യയിൽ പോക്സോ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 2012 നവംബർ 14. 2012 നിയമത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് 2019 പോക്സോ ആക്ട് ഭേദഗതി ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ. ഭേദഗതിയുടെ വിശദാംശങ്ങളൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് തന്നെ പറയാം. അപ്പോൾ പ്രധാനമായിട്ടും 2019 ഭേദഗതിക്ക് സാധുത നൽകിയത് ആരാണ്? രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ്. കൃത്യമായി ഓർത്തിരിക്കുക, 2012 പോക്സോ ആക്ട് നിലവിൽ വരുമ്പോൾ നിയമത്തിന് ഒപ്പ് നൽകിയത് നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന പ്രതിഭ പാട്ടീലായിരുന്നു. എന്നാൽ 2019 നിയമ ഭേദഗതിക്ക് ഒപ്പുവെച്ചത് രാംനാഥ് കോവിന്ദാണ്. അതുപോലെ പോക്സോ നിയമത്തിലെ അധ്യായങ്ങളുടെയും സെക്ഷൻസിൻ്റെയും എണ്ണവും പ്രധാനപ്പെട്ടതാണ് കേട്ടോ. 9 അധ്യായങ്ങളും 46 സെക്ഷൻസുമാണ് നമുക്ക് പോക്സോ നിയമത്തിലുള്ളത്. നമ്മൾ ഭരണഘടനയിൽ ഭാഗങ്ങളും സ്കെഡ്യൂളുകളൊക്കെ പഠിക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ് 9 അധ്യായങ്ങളും 46 സെക്ഷൻസുമാണ് ഉള്ളത്. ഇനി എത്ര പ്രായം വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നത്? 18 വയസ്സാണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് പോക്സോ ആക്ടിൻ്റെ നിയമപരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
ബാലവേല നിരോധന നിയമത്തിലെ കുട്ടിയുടെ പ്രായം എത്രയാണെന്നറിയോ? ഒന്ന് ഓർത്ത് നോക്കിയേ. 14 വയസ്സാണ് കേട്ടോ. ബാലവേല നിരോധന നിയമത്തിൽ കുട്ടി എന്ന് പറയുന്നത് 14 വയസ്സിന് താഴെയാണ്. അതുകൊണ്ട് തന്നെ തെറ്റിപ്പോവാതെ പഠിക്കണം. പോക്സോ നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടിയായിട്ട് പരിഗണിക്കുന്നത്. ബാലാവകാശ സംരക്ഷണ നിയമത്തിലും ബാലനീതി നിയമത്തിലുള്ളവരെയും 18 വയസ്സിൽ താഴെയുള്ളവരെയാണ് കുട്ടിയായിട്ട് പരിഗണിക്കുന്നത്. അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി തിരികെ വരുമ്പോൾ ജെൻഡർ ന്യൂട്രൽ ആയിട്ടാണ് കേട്ടോ കുട്ടിയെ പരിഗണിക്കുന്നത്. എന്ന് വെച്ചാൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഈ നിയമത്തിന് മുന്നിൽ ഒരുപോലെ തന്നെ നിർവചിക്കപ്പെടുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? പോക്സോ ആക്ട് പ്രകാരം 9 അധ്യായങ്ങളും 46 സെഷൻസും ആണുള്ളത്. 18 വയസ്സിന് താഴെയുള്ളവരെയാണ് നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നത്. അതുപോലെ ആൺകുട്ടിയും പെൺകുട്ടിയും ഈ നിർവചനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറ്റം ചെയ്യുന്ന ആൾക്ക് കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് ശിക്ഷയിലും വ്യത്യാസം വരും. അതായത് കുട്ടിയുടെ പ്രായവും ശിക്ഷയും തമ്മിൽ ബന്ധമുണ്ട് എന്നർത്ഥം. കേൾക്കുമ്പോൾ ഏകദേശം ഒരുപോലെ ഉണ്ടെങ്കിലും ലൈംഗിക അതിക്രമവും ലൈംഗിക പീഡനവും വ്യത്യാസമുള്ളവയാണ്. അപ്പോൾ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ലൈംഗിക ഉദ്ദേശത്തോടുകൂടി സ്പർശിക്കുന്നതിനെയാണ് സെക്ഷ്വൽ അസാൾട്ട് അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത്. എന്നാൽ കുട്ടിക്ക് നേരെയുള്ള നഗ്നതാ പ്രദർശനമോ അല്ലെങ്കിൽ നേരിട്ടോ മാധ്യമങ്ങളിലൂടെയോ കുട്ടിയെ നിരന്തരം പിന്തുടർന്ന് ശല്യം ചെയ്യുന്നതിനെയാണ് സെക്ഷ്വൽ ഹരാസ്മെൻറ്റ് അല്ലെങ്കിൽ ലൈംഗിക പീഡനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ചൈൽഡ് പോണോഗ്രഫി, ലൈംഗിക ഉദ്ദേശത്തോടുകൂടി കുട്ടിയുടെ ചിത്രങ്ങൾ കൈവശം വയ്ക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്നതൊക്കെ ചൈൽഡ് പോണോഗ്രഫിയിൽ ആണ് വരുന്നത് കേട്ടോ. നമ്മൾ പത്രത്തിലും അല്ലാതെയൊക്കെ ആയിട്ട് അറിഞ്ഞു വരുന്നതാണ് ദിനം പ്രതി കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമം കൂടിക്കൂടി വരികയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പോക്സോ നിയമപ്രകാരമുള്ള ശിക്ഷാവിധികളും പരമാവധി കൂട്ടി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് 2019 ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 2019 ഭേദഗതി ബില്ല് പ്രകാരമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. 2019 പോക്സോ നിയമ ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായ സ്മൃതി ഇറാനിയാണ് രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിച്ചത്. കൃത്യമായി ഓർത്തു വയ്ക്കുക, സ്മൃതി ഇറാനി. പോക്സോ ഭേദഗതി നിയമം 2019 രാജ്യസഭയിൽ പാസ്സാക്കപ്പെട്ടത് എപ്പോഴാണ്? 2019 ജൂലൈ 24 കൃത്യമായി ഓർത്തു വയ്ക്കുക, 2019 ജൂലൈ 24. ഇനി ലോക്സഭയിൽ ആരാണ് പോക്സോ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത്? കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് സഹമന്ത്രിയായ വീരേന്ദ്രകുമാറാണ് ലോക്സഭയിൽ ഈ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത്. ലോക്സഭ പോക്സോ ഭേദഗതി ബില്ല് പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 1 രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 24 തൊട്ടടുത്ത മാസമായ ഓഗസ്റ്റിൽ 2019 ഓഗസ്റ്റ് 1 ലോക്സഭ ഈ ബില്ല് പാസ്സാക്കിയത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2019 ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദാണ്. എന്നാൽ ഈ ബില്ലിന് പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചതെന്നാണ്? 2019 ഓഗസ്റ്റ് 5 2019 ഭേദഗതി ബില്ലിന് പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചത് 2019 ഓഗസ്റ്റ് 5 ഈ തീയതികളൊക്കെ ഒന്നുകൂടെ മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കുക. രാജ്യസഭയിൽ ഭേദഗതി ബില്ല് പാസ്സാക്കിയത് 2019 ജൂലൈ 24 ആരാണ് അവതരിപ്പിച്ചത്? സ്മൃതി ഇറാനിയാണ്. ലോക്സഭയിൽ പ്രസ്തുത ബില്ല് പാസ്സാക്കിയത് എപ്പോഴാണ്? 2019 ഓഗസ്റ്റ് 1 ആരാണ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്? വീരേന്ദ്രകുമാറാണ്. ഭേദഗതി ബില്ല് പ്രസിഡന്റിൻ്റെ അംഗീകാരം നേടിയത് എന്നാണ്? 2019 ഓഗസ്റ്റ് 5 ആരാണ് അംഗീകാരം നൽകിയ പ്രസിഡന്റ്? രാംനാഥ് കോവിന്ദാണ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത് കേട്ടോ. ഭേദഗതി കൊണ്ടുവന്നു നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്ന് അറിയണ്ടേ? 2019 ഭേദഗതി നിയമപ്രകാരം പോക്സോ ആക്റ്റിൽ പ്രധാനമായിട്ടും 3 മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. ഒന്നാമതായിട്ട് ചൈൽഡ് പോണോഗ്രഫിക്ക് വ്യക്തമായൊരു നിർവചനം കൊണ്ടുവന്നു ഭേദഗതിയിൽ. എന്താണ്? ചൈൽഡ് പോണോഗ്രഫിക്ക് വ്യക്തമായൊരു നിർവചനം ഭേദഗതി വഴി നിയമം വഴി കൊണ്ടുവന്നു. അടുത്തത് അഗ്രവേറ്റഡ് സെക്ഷുവൽ അസാൾട്ടാണ്, അല്ലെങ്കിൽ രൂക്ഷമായ ലൈംഗിക അതിക്രമത്തിൻ്റെ പരിധി ഈ ഭേദഗതി നിയമത്തിലൂടെ വിപുലീകരിച്ചു. മൂന്നാമതായിട്ട് രൂക്ഷമായ ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ അഗ്രവേറ്റഡ് സെക്ഷുവൽ അസാൾട്ടിനുള്ള ശിക്ഷ അത് 20 വർഷത്തിൽ കുറയാത്തതോ വധശിക്ഷയോ ആയി ഉയർത്തി. നമുക്കൊന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും, കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമം അതിങ്ങനെ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ
ഒരു തരത്തിലുള്ള അയവുകളും തന്നെ ഇല്ലാതെ ശിക്ഷാവിധികൾ പരമാവധി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു വന്ന മാറ്റങ്ങൾ? ചൈൽഡ് പോണോഗ്രഫിക്ക് വ്യക്തമായ നിർവചനം കൊടുത്തു. രൂക്ഷമായ ലൈംഗിക അതിക്രമത്തിൻ്റെ പരിധി വിപുലീകരിച്ചു. രൂക്ഷമായ ലൈംഗിക അതിക്രമത്തിൻ്റെ ശിക്ഷ 20 വർഷത്തിൽ കുറയാത്തതോ അല്ലെങ്കിൽ വധശിക്ഷയോ ആയി ഉയർത്തി. കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമ നിയമം. അപ്പോൾ ഈ നിയമത്തിൻ്റെ വകുപ്പ് 44 പറയുന്നുണ്ട്, ഈ നിയമത്തിൻ്റെ നിരീക്ഷണ ചുമതല കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനിൽ നിഷിദ്ധമാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. നിരീക്ഷണ ചുമതല ആർക്കാണ്? കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൃത്യമായ നിരീക്ഷണം നടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് പോക്സോ മോണിറ്ററിങ്ങും കൂടെ പ്രവർത്തിച്ച് വരുന്നുണ്ട് ഈ കമ്മീഷനിൽ. ജസ്റ്റ് ഒരു അഡീഷണൽ നോളജായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തതായി നമുക്ക് ഈ ഒരു പോക്സോ ആക്ട് പ്രകാരം ആർക്കാണ് പരാതി നൽകേണ്ടതെന്ന് നോക്കാം. ആർക്കാണ് പരാതി നൽകേണ്ടത്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നമുക്ക് പരാതി നൽകാനായിട്ട് പറ്റും. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പോക്സോ ആക്ട് പ്രകാരം നമുക്ക് പരാതി നൽകാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലോക്കൽ പോലീസിന് പോക്സോ ആക്ട് പ്രകാരം പരാതി നൽകാവുന്നതാണ്. അതുമല്ലെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസിന് പോക്സോ ആക്ട് പ്രകാരം നമുക്ക് പരാതി നൽകാനായിട്ട് സാധിക്കും. പിന്നെയുള്ളത് കേന്ദ്ര ബാലാവകാശ കമ്മീഷനാണ്. നമുക്കറിയാലോ, കേന്ദ്രത്തും സംസ്ഥാനത്തുമായിട്ട് ബാലാവകാശ കമ്മീഷൻ നിലവിലുണ്ട്. അപ്പോൾ കേരള ബാലാവകാശ കമ്മീഷനും നമുക്ക് പോക്സോ ആക്ട് പ്രകാരം പരാതി നൽകാവുന്നതാണ്. അപ്പോൾ പോക്സോ ആക്ട് പ്രകാരം പരാതി ആർക്കാണ് നൽകേണ്ടത്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക്, ലോക്കൽ പോലീസിന്, സ്പെഷ്യൽ ജുവനൈൽ പോലീസിന്, ബാലാവകാശ കമ്മീഷന്. കൃത്യമായി ഓർത്തു വയ്ക്കുക. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക്, ലോക്കൽ പോലീസിന്, സ്പെഷ്യൽ ജുവനൈൽ പോലീസിന്, കേന്ദ്ര സംസ്ഥാന ബാലാവകാശ കമ്മീഷന്. കഴിഞ്ഞിട്ടില്ല, തുടർന്നുള്ളത് നമുക്ക് നോക്കാം. പോക്സോ ബോക്സ് എന്ന് കേട്ടിട്ടില്ലേ? ഓക്കെ, വെബ് പോർട്ടലായിട്ടുള്ള പോക്സോ ബോക്സ് വഴിയും നമ്മൾ നൽകുന്ന പരാതി പോക്സോ നിയമപ്രകാരം വാലിഡായിട്ട് തന്നെയാണ് കേട്ടോ കണക്കാക്കുക. അപ്പോൾ പോക്സോ ബോക്സ് എന്ന ഓൺലൈൻ സംവിധാനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? മേനകാ ഗാന്ധിയാണ് കേട്ടോ. പോക്സോ ബോക്സ് എന്ന ഓൺലൈൻ സംവിധാനം ഉദ്ഘാടനം ചെയ്തത് മേനകാ ഗാന്ധിയാണ്. എന്നാണിത് നിലവിൽ വന്നത്? 2016 ഓഗസ്റ്റ് 26 പോക്സോ ബോക്സ് എന്ന ഓൺലൈൻ സംവിധാനം നിലവിൽ വന്നത് എന്നാണ്? കൃത്യമായി ഓർത്തു വയ്ക്കുക. 2016 ഓഗസ്റ്റ് 26 കേട്ടോ. ഇനി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, കുട്ടികൾക്കായുള്ള ടോൾ ഫ്രീ നമ്പർ 1098. തെറ്റിപ്പോവരുത്, കൃത്യമായി ഓർത്ത് വയ്ക്കുക. 1098, 1098 കുറഞ്ഞു വരുന്ന രീതിയിലാണെന്ന് ഓർത്ത് വെച്ചാലും മതി. കുട്ടികൾക്കായുള്ള ടോൾ ഫ്രീ നമ്പർ 1098. ഈ ഒരു ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് നമ്മൾ രേഖപ്പെടുത്തുന്ന പരാതിയും നിയമത്തിൻ്റെ പരിധിയിൽ തന്നെ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഇതെല്ലാം വാലിഡാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് നമുക്ക് പരാതി കൊടുക്കേണ്ടതെന്ന് കൃത്യമായി മനസ്സിലായല്ലോ. അപ്പോൾ പോക്സോ ബോക്സും അതുപോലെ തന്നെ ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള 1098 കൃത്യമായി ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു പോക്സോ കുറ്റകൃത്യം കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാവരും തന്നെ പ്രേരണ കുറ്റത്തിന് പ്രതി ചേർക്കപ്പെടും കേട്ടോ. കൃത്യമായി ഓർത്ത് വയ്ക്കുക. ഒരു പോക്സോ കുറ്റകൃത്യം കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാവരും തന്നെ പ്രേരണ കുറ്റത്തിന് പ്രതി ചേർക്കപ്പെടും. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു പോക്സോ കേസെന്ന് പരിഗണിക്കാവുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ആശുപത്രിയിലെത്തുന്ന ഒരു കുട്ടിയുടെ വിവരം ഡോക്ടർ പോലീസിന് നൽകണമെന്ന് നിയമമുണ്ട്. അപ്പോൾ അത് എന്ത് തന്നെ സാഹചര്യത്തിലാണെങ്കിലും ഈ ഡോക്ടർ പോലീസിനെ അറിയിച്ചില്ലെങ്കിൽ ആ ഡോക്ടറും ഈ നിയമത്തിൻ്റെ കീഴിൽ പ്രേരണ കുറ്റത്തിന് പ്രതി ചേർക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഒരു പോക്സോ കുറ്റകൃത്യം കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഏത് തരത്തിലാണെങ്കിലും അവരെല്ലാവരും തന്നെ പ്രേരണ കുറ്റത്തിന് പ്രതി ചേർക്കപ്പെടും കേട്ടോ. ഈ നിയമപ്രകാരം നമ്മൾ ആർക്കാണ് പരാതി കൊടുക്കേണ്ടതെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ഇനി നമ്മളിൽ ആർക്കൊക്കെ ഈ പരാതി കൊടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ട് നമ്മൾ രക്ഷിതാക്കൾക്കാണ് പരാതി കൊടുക്കാനായിട്ട് പറ്റുക. ഇപ്പോൾ രക്ഷിതാക്കളോട് പറയാത്ത കാര്യങ്ങൾ മിക്കവാറും കുട്ടികൾ സ്കൂളിൽ ടീച്ചേഴ്സിനോടോ അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ സ്കൂൾ അധികൃതർക്കും പരാതി നൽകാനായിട്ട് സാധിക്കും. ഇനി അതും അല്ലെങ്കിൽ
കുട്ടിക്ക് സ്വമേധയാ പരാതി നൽകാം. കുട്ടി സ്വമേധയാ നൽകുന്ന പരാതിയും നിയമത്തിൻ്റെ കീഴിൽ വാലിഡാണ് കേട്ടോ. അപ്പോൾ ആർക്കൊക്കെ പരാതി നൽകാനായിട്ട് കഴിയാം? രക്ഷിതാക്കൾക്ക്, സ്കൂൾ അധികൃതർക്ക്, കുട്ടിക്ക് സ്വമേധയാ. ഇവരാര് നൽകുന്ന പരാതിയും തന്നെ നിയമത്തിൻ്റെ കീഴിൽ വാലിഡാണ്, അല്ലെങ്കിൽ നിയമസാധുതയുള്ളതാണ്. ആർക്കൊക്കെയാണ്? രക്ഷിതാക്കൾക്ക്, സ്കൂൾ അധികൃതർക്ക്, കുട്ടിക്ക് സ്വമേധയാ. ഇനി മുന്നോട്ട് പോകുമ്പോൾ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് സ്വീകരിക്കേണ്ടതെന്ന് നോക്കാം. കുറ്റകൃത്യത്തിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ തന്നെ കുട്ടിയുടെ മൊഴി എടുക്കണം. മൊഴിയെടുക്കാൻ വരുന്നത് ഒരു വനിതാ ഉദ്യോഗസ്ഥയായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് കേട്ടോ. സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥയായിരിക്കണം മൊഴിയെടുക്കാൻ വരേണ്ടത്. കൃത്യമായി ഓർത്തു വയ്ക്കുക, സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥയായിരിക്കണം മൊഴിയെടുക്കാൻ വേണ്ടി വരേണ്ടത്. ഇങ്ങനെ മൊഴിയെടുക്കാൻ വരുന്ന സമയത്ത് യൂണിഫോമിലായിരിക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ എന്തൊക്കെയായിരുന്നു? 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ മൊഴിയെടുക്കണം, സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥയായിരിക്കണം, മൊഴിയെടുക്കുന്ന സമയത്ത് യൂണിഫോമിലായിരിക്കാനും പാടില്ല ഈ വരുന്ന ഉദ്യോഗസ്ഥ. ഓക്കെ, അപ്പോൾ കുട്ടിയെ ഒന്ന് കംഫർട്ടബിളാക്കി വെക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യുന്ന സമയത്ത് കുട്ടിയെ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ തന്നെ ചോദ്യം ചെയ്യണമെന്ന് നിയമം ഉണ്ട് കേട്ടോ. അപ്പോൾ മൊഴി രേഖപ്പെടുത്തുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ മൊഴിയെടുക്കണം, സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥയായിരിക്കണം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത്, മൊഴിയെടുക്കുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥ യൂണിഫോമിലായിരിക്കാൻ പാടില്ല, രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിലായിരിക്കണം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത് കേട്ടോ. പോക്സോ നിയമത്തിൻ്റെ വിചാരണ രീതിക്കും ചില വ്യത്യാസങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പോക്സോ ആക്ടിൻ്റെ 28-ാം വകുപ്പ് പ്രകാരം ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദ അന്തരീക്ഷത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രത്യേക കോടതിക്കായി ഒരു സെഷൻസ് സജ്ജീകരണം വേണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നുണ്ട് കേട്ടോ. അതായത് പ്രത്യേക പോക്സോ കോടതികൾ വിചാരണയ്ക്കായിട്ട് ഉണ്ടാവണം. ജില്ലാ ജഡ്ജായിരിക്കും ഈ ഓരോ പോക്സോ കോടതിയുടെയും അധ്യക്ഷൻ. ഈ കോടതിയിലെ പോക്സോ കേസുകളുടെ വിചാരണ 1 വർഷത്തിൽ പൂർത്തിയാക്കണമെന്നും നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഒരു പ്രത്യേക കോടതി എന്തായാലും പോക്സോ കേസുകൾക്കായിട്ട് ഉണ്ട്. ജില്ലാ ജഡ്ജായിരിക്കും പോക്സോ കോടതികളുടെ അധ്യക്ഷൻ. ഈ ഓരോ വിചാരണയും 1 വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കണമെന്ന് നിയമമുണ്ട്. ഇനി ഇത്തരത്തിലുള്ള വിചാരണ അല്ലെങ്കിൽ കോടതി നടപടികൾ തുറന്ന കോടതിയിലാവാൻ പാടില്ല. ഇതെല്ലാം തന്നെ കുട്ടിയുടെ വ്യക്തിത്വത്തെ മാനിച്ചുകൊണ്ടുള്ള നിയമങ്ങളാണ് കേട്ടോ. നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല എന്നും ഈ നിയമത്തിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ബാക്കി. കുട്ടിയുടെ മാനസികാവസ്ഥയും പരിഗണിച്ചുകൊണ്ടാണ് ഇതിനകത്ത് പറയുന്നത് വിചാരണ തുറന്ന കോടതിയിലാവാൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കുറ്റവാളി രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിചാരണ അല്ലെങ്കിൽ ഈ കോടതി നടപടികളെല്ലാം ക്യാമറയിൽ റെക്കോർഡ് ചെയ്യപ്പെടുകയും വേണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? വിചാരണ തുറന്ന കോടതിയിലാവാൻ പാടില്ല, വിചാരണ അല്ലെങ്കിൽ കോടതി നടപടികൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യപ്പെടണം, കോടതിയിലെ തെളിവെടുപ്പിനായിട്ട് ഈ കുട്ടിയെ ആവർത്തിച്ച് വിളിപ്പിക്കില്ല എന്നുള്ള ഉറപ്പും കൂടെ നൽകണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. എല്ലാം കുട്ടിയുടെ വ്യക്തിത്വത്തെ മാനിച്ചുകൊണ്ട് തന്നെ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡായി തന്നെ നമുക്ക് ഓർത്ത് വെക്കാനായിട്ടും പറ്റും. ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇനി എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ജില്ലാ ജഡ്ജി അധ്യക്ഷനായ പ്രത്യേക പോക്സോ കോടതികളുണ്ട്. ഈ കോടതികളിലൊന്നും തന്നെ വിചാരണ തുറന്ന കോടതിയിലാവാൻ പാടില്ല എന്ന നിയമത്തിലുണ്ട്. അതുപോലെ കോടതി നടപടികൾ അല്ലെങ്കിൽ വിചാരണ 1 വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കണം. അതുപോലെ വിചാരണ അല്ലെങ്കിൽ പ്രത്യേക ഈ കോടതി നടപടി നിയമങ്ങളെല്ലാം ക്യാമറയിൽ റെക്കോർഡ് ചെയ്യപ്പെടണം. തെളിവെടുപ്പിന് വേണ്ടിയിട്ട് കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് വിളിപ്പിക്കില്ല എന്ന ഉറപ്പും നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ പ്രതിയെ കുട്ടിയുടെ മുൻപിൽ കൊണ്ടുവരാൻ പാടില്ല എന്നും നിയമം അനുശാസിക്കുന്നുണ്ട്. അതായത് കുട്ടിയെ അസ്വസ്ഥമാക്കുന്ന ഒന്നും തന്നെ കോടതിയിൽ ഉണ്ടാവാൻ പാടില്ല. മറ്റ് കേസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കുട്ടിയെ ചോദ്യം ചെയ്യാനായിട്ടുള്ള അധികാരം ജഡ്ജിന് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല. പിന്നെ മറ്റു കേസുകളിലെ പോലെയല്ല, കുറ്റാരോപിതനെ കോടതി കുറ്റവാളിയായി തന്നെയാണ് ഇവിടെ പരിഗണിക്കുക. കുറ്റവാളി അല്ല എന്നുള്ളത് ഈ കുറ്റാരോപിതൻ തന്നെ തെളിയിക്കേണ്ട സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഇനി ഈ കേസിൻ്റെ വിചാരണ കാലയളവിൽ കുട്ടിക്ക് നഷ്ടപരിഹാരം നൽകണം എന്നും കൂടെ നിയമത്തിൻ്റെ പരിധിയിലുണ്ട്. പിന്നെ രണ്ടാമതായി നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇപ്പോൾ
പ്രതിയെ കുട്ടിയുടെ മുൻപിൽ കൊണ്ടുവരാൻ പാടില്ല, കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല, ചോദ്യങ്ങൾ ചോദിക്കാൻ ജഡ്ജിന് മാത്രമേ അധികാരമുള്ളൂ. അതുപോലെ പോക്സോ കേസിൽ കുറ്റാരോപിതനെ കോടതി കുറ്റവാളിയായി തന്നെയാണ് പരിഗണിക്കുക. കേസിൻ്റെ വിചാരണ കാലയളവിൽ ഇടക്കാല നഷ്ടപരിഹാരം കുട്ടിക്ക് ലഭ്യമാക്കേണ്ടതും നിർബന്ധമുള്ള ഒരു കാര്യമാണ്. മറ്റൊരു അഡീഷണൽ ഫാക്റ്റ് പറയാം. ഈ ലൈംഗിക കുറ്റകൃത്യം നടന്നതായി ആരോപിക്കപ്പെട്ട സമയത്ത് ഈ കുറ്റകൃത്യം ചെയ്ത വ്യക്തിയുടെ പ്രായമുണ്ടല്ലോ 18 വയസ്സിൽ താഴെയാണെങ്കിൽ പോക്സോ ആക്ട് പ്രകാരം മാത്രമല്ല ബാലനീതി നിയമവും ബാധകമായിട്ടായിരിക്കും വിധി വരിക. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അത് ജസ്റ്റ് ഒരു അഡീഷണൽ ഫാക്റ്റായിട്ട് പറഞ്ഞേ ഉള്ളൂ. ബാലനീതി നിയമപ്രകാരമായിട്ടും കൂടെയാണ് വിധി വരിക കേട്ടോ. അപ്പോൾ പോക്സോ നിയമപ്രകാരം ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ആർക്കാണ് പരാതി നൽകേണ്ടത്, ആരാണ് പരാതി നൽകേണ്ടത്, അതുപോലെ വിചാരണ കാലയളവിലെ കാര്യങ്ങൾ എല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞല്ലേ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് അധിക ഫാക്ട്സ് നോക്കാം. പോക്സോ കേസ് ഫയൽ ചെയ്യാനായിട്ട് സമയപരിധി ഉണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. അപ്പോൾ പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനായിട്ട് സമയപരിധിയില്ല. കൃത്യമായി ഓർത്ത് വെക്കണം. പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിന് സമയപരിധിയില്ല. അതായത് കുറ്റകൃത്യം നടന്ന ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് പരാതി നൽകാവുന്നതാണ്. കുറ്റകൃത്യം നടന്നത് ചിലപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുൻപേ ആണെങ്കിലും നമുക്ക് ഇപ്പോൾ പരാതി നൽകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇനി പോക്സോ നിയമത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് 2024-25 അധ്യയന വർഷം മുതൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ സാമൂഹ്യ ശാസ്ത്ര വിഷയത്തിൽ പുതുതായിട്ട് പോക്സോ നിയമം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. 2024-25 വർഷങ്ങളിൽ അധ്യയന വർഷം മുതൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ സാമൂഹ്യ ശാസ്ത്ര വിഷയത്തിൽ പുതുതായിട്ട് പോക്സോ നിയമം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ബോധവൽക്കരണത്തിൻ്റെ ലക്ഷ്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രാലയം ഒരു ഹ്രസ്വചിത്രം പുറത്തിറക്കുകയുണ്ടായി. അതിൻ്റെ പേരാണ് കോമൾ. അപ്പോൾ ഒരു ഹ്രസ്വചിത്രത്തിൻ്റെ പേരാണ് കോമൾ. കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിൻ്റെ ഭാഗമായി ബോധവൽക്കരണത്തിൻ്റെ ലക്ഷ്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രാലയം പുറത്തിറക്കിയ ആ ഒരു ഹ്രസ്വചിത്രത്തിൻ്റെ പേരെന്താണ്? കോമൾ. അപ്പോൾ ഒരു ചോദ്യം പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക. ഹ്രസ്വചിത്രത്തിൻ്റെ പേര് കോമൾ. PSCയുടെ സിലബസിൽ തന്നിട്ടുള്ള പോക്സോ ആക്ട് എന്ന പാഠഭാഗത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ നമ്മളിന്ന് പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും കൃത്യമായി തന്നെ ഇത് പഠിച്ച് റിവൈസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ വകുപ്പുകൾ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി നമ്മളിനി പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് പഠിക്കാം. അതുവരെ എല്ലാവരും ഇതുവരെയുള്ള എല്ലാ ഭാഗങ്ങളും പഠിച്ച് കൃത്യമായി ഓർത്ത് വെച്ച് ഇരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.